ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ക്യാൻബറയിലെ ന്യൂ ഇയർ ഈവനിങ് ഫയർ വർക്ക്സ് കാണാനാണ്. കാണുമ്പോൾ ഇത് മോർണിംഗ് ആയിട്ട് തോന്നുമെങ്കിലും ആക്ച്വൽ ടൈം ഇപ്പോൾ 7 PM ആണ് കേട്ടോ. ക്യാൻബറയിൽ 2 ടൈമിലാണ് ഫയർ വർക്ക്സ് നടക്കുന്നത്. ഒന്ന് 9 PM പിന്നെ മിഡ് നൈറ്റും. അന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ചാണ് ഫയർ വർക്ക്സ് കാണാൻ പോയത്. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ 9 PM ഫയർ വർക്ക്സ് കാണാനായിട്ട് ചെന്നത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും പാർക്കിംഗ് സ്പേസ് ഒക്കെ ഓൾമോസ്റ്റ് ഫില്ലായിരുന്നു. എന്നാലും നല്ലൊരു സ്ലോട്ട് തന്നെ പാർക്ക് ചെയ്ത് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഫയർ വർക്ക്സ് ഏരിയയിൽ ചെന്നപ്പോഴേക്കും ആ സമയത്ത് ചെന്നിട്ട് പോലും ഓൾറെഡി ഒത്തിരി ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഫുഡിനും ഡ്രിങ്ക്സിനും വേണ്ടിയിട്ടുള്ള കുറേ ഷോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾക്കാർ നേരത്തെ തന്നെ ക്യൂ നിന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫയർ വർക്ക്സ് തുടങ്ങുമ്പോഴേക്കും നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തിരിക്കാമെന്ന് കരുതി എല്ലാവരും കുറേ നേരം സ്ഥലമൊക്കെ തപ്പി നടന്നു. ഇവിടെ ശരിക്കും ചെറിയ ഫംഗ്ഷൻ ആണെങ്കിലും ഒത്തിരി ക്രൗഡഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണെങ്കിലും ആൾക്കാരുടെ സേഫ്റ്റിക്ക് അവർ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. പോലീസ് സെക്യൂരിറ്റിയോടുകൂടിയും അല്ലെങ്കിൽ പോർട്ടബിൾ ആയിട്ടുള്ള ടോയ്ലറ്റ്സും അതുപോലുള്ള മറ്റ് ഫെസിലിറ്റീസും എല്ലാം ഓർഗനൈസ് ചെയ്തിട്ടാണ് ഒരു പ്രോഗ്രാംസ് ഇവിടെ നടത്താറ്. നമുക്ക് കിട്ടിയ നല്ലൊരു സ്പോട്ടായിരുന്നു. അവിടെ നമ്മൾ കൊണ്ടുപോയ പിക്നിക് മാറ്റും നമ്മുടെ ചെയേഴ്സും പിന്നെ നമ്മൾ കുറച്ച് സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ പിള്ളേർക്കും നമുക്കൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കൊണ്ടുപോയ എല്ലാ സാധനങ്ങളും അവിടെ വെച്ച് റെഡിയാക്കി. പിന്നെ എല്ലാവരും ഓരോരുത്തരും ഓരോ ഷോപ്സിലോട്ട് പോയി നമുക്ക് ഫുഡൊക്കെ മേടിക്കാനായിട്ട് ക്യൂ നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഒത്തിരി ക്യൂ ആയിരുന്നു. എന്നാലും കുറേ നേരം ക്യൂ നിന്നിട്ടാണ് നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടിയത്. ഞാൻ ചെന്ന് നിന്നത് ഒരു ഐസ്ക്രീം ഷോപ്പിലാണ്. അവർ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് കാണാൻ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി തോന്നിയിട്ട് ഞാൻ അവരോട് ചോദിച്ചിട്ട് കുറേ വീഡിയോസ് ഒക്കെ എടുത്തു. ശരിക്കും ഐസ്ക്രീം ഉണ്ടാക്കുന്നത് കണ്ടു നിൽക്കാൻ നല്ല രസമുള്ളത് കൊണ്ട് തന്നെ ക്യൂ നിന്ന് സമയം പോയതൊന്നും അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത ഐസ്ക്രീം ഒക്കെ കിട്ടി. നമ്മൾ നമ്മുടെ സ്പേസിൽ പോയിരുന്ന് എൻജോയ് ചെയ്ത് കഴിച്ചു. പിള്ളേരൊക്കെ കുറേ നേരം ഓടിക്കളിച്ചു അവിടെ. നമ്മൾ നല്ലതുപോലെ അവിടെ എൻജോയ് ചെയ്തു. കാരണം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അന്ന്. അങ്ങനെ നമ്മുടെ ആക്ച്വൽ ടൈം എത്തിയിട്ടോ 9 PM ആയി. അപ്പോഴാണ് ശരിക്കും ഒന്ന് ഡാർക്ക് ആയത്. എല്ലാവരും ഫയർ വർക്ക്സ് കാണാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഫയർ വർക്ക്സ് കണ്ടിട്ട് വന്നാലോ?
ഓസ്ട്രേലിയയിലെ ഞങ്ങളുടെ കൊച്ചു ക്യാൻബറയിലെ ഫയർ വർക്ക്സ് വിശേഷങ്ങൾ ഇതൊക്കെയാട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പോയി നല്ലതുപോലെ ചിന്തിച്ച് നല്ലൊരു തോട്ട്സ് ഓഫ് മൈ വീഡിയോ ആയിട്ട് വരാം.